ഈ കാണുന്നത് ബസ് റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളിലോട്ടായിട്ട് 45 സെൻറ്റ് പറമ്പിൽ 1200 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമുള്ളൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല മേലാർക്കോട് ഗ്രാമപഞ്ചായത്തിലെ തണ്ടല്ലോട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. തണ്ടല്ലോട് ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. നമുക്കപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് ഈ പറഞ്ഞ ഒരു 50 മീറ്റർ ദൂരം ഇപ്പോൾ മണ്ണ് വഴിയാണ്. ഒരു 2-3 വീടുകളിലേക്കൊക്കെ അവകാശമുള്ള വഴി, പൊതുവഴി. വണ്ടികളൊക്കെ വരും. വണ്ടികളൊക്കെ വന്ന് കാറ് പോലത്തെ വണ്ടികളൊക്കെ സുഖമായി വന്ന് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറും. ടിപ്പർ പോലത്തെ വണ്ടികൾ വന്നിട്ടാണ് ഈ വീട് പണിയാനുള്ള മെറ്റീരിയൽസൊക്കെ ഈ വഴിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമസ്കാരം സുഹൃത്തുക്കളെ, ബഷീറാണ്. തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് ഈ 45 സെൻറ്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടെ അതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില 39 ലക്ഷം രൂപയാണ്. 39 ലക്ഷം രൂപ കേട്ടോ. ഒരു 5 വർഷത്തിനടുത്ത് പഴക്കമുള്ളൊരു വീടാണ്. വീട് അധികം താമസിച്ചില്ല, കുറച്ച് താമസിച്ചുള്ളൂ. പിന്നെ അവരങ്ങനെ എറണാകുളം, കൊച്ചിൻ ആ ഭാഗത്ത് പോയിട്ട് സെറ്റിലായ ഒരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇത് ഇവിടെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. അപ്പോൾ ഈ ബസ് റൂട്ട് ആദ്യം വീഡിയോയിൽ കണ്ട ആ ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വടക്കഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ നെന്മാറ, അയിലൂർ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന 1-2 ബസ് ഓടുന്നൊരു ബസ് റൂട്ടാണ്. ഈ വീടിൻ്റെ അവിടെ നിന്നും നെന്മാറ ടൗണിലേക്ക് 7 കിലോമീറ്ററാണ് ദൂരം. നമ്മുടെ അവൈറ്റീസ് ഹോസ്പിറ്റൽ ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ ഒരു 6-7 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അതുപോലെ മുടപ്പല്ലൂർ ആ ഭാഗത്തേക്ക് ഒരു 5 കിലോമീറ്ററാണ് ദൂരം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഭാഗത്തുനിന്നും പിന്നെ വേറെ 1-2 സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള വഴി ഈ ഭാഗത്തു നിന്ന് ചില റോഡുകളിലേക്കൊക്കെ കണക്റ്റായി പോകുന്നുണ്ട്. ആ ഭാഗങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ വീടിൻ്റെ ദർശനം കിഴക്ക് വശത്തോട്ടാണ്. ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ഒരു ഹാള്, ലിവിങ് റൂം, അതിനോട് ചേർന്ന് 2 ബെഡ്റൂം, അടുക്കള എന്നീ സൗകര്യങ്ങളൊക്കെയാണ് വീടുള്ളത്. വീട് ഇച്ചിരി നോട്ടക്കുറവുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 വർഷത്തിനടുത്തോളം താമസമില്ലാതെ കിടന്നതിൻ്റെ നല്ലൊരു നോട്ടക്കുറവുണ്ട്. അധികം യൂസ് ചെയ്യാത്തൊരു വീടും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ വീട് അടച്ചുപൂട്ടി കിടന്നതിൻ്റെ ഒരു 1-2 കട്ടളകളൊക്കെ, ഈ വാതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള കട്ടളകളൊക്കെ 1-2 ഭാഗങ്ങളിലൊക്കെ കുറച്ച് ചെതൽ വന്നിരിക്കുന്നു. കണ്ടത് അവിടെ ആ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തൊക്കെ ചെതൽ, താമസമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. അപ്പോൾ വില പറഞ്ഞിരിക്കുന്നതും കുറവ് തന്നെയാണ്. കാരണം 45 സെൻറ്റോളം പറമ്പും ഈ 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടെയാണ് അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് 39 ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത്. വില ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും, വലിയ കാര്യമായിട്ടൊന്നും കുറയില്ല എന്ന് പ്രത്യേകം പറഞ്ഞു കണ്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. നമുക്കതൊരു ബെഡ്റൂം, അതിന് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം, ഇത് കൂടാതെ വേറെയും നമുക്ക് കോമൺ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ടോ. ഈ ഒരു കട്ടള ഭാഗങ്ങളൊക്കെ പോയി, ഇതൊക്കെ ചെതലായിപ്പോയി. കാരണം നോട്ടമില്ലാത്തതിൻ്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ട് മാത്രം, വീട് താമസമില്ലാതെ കിടന്നതിൻ്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെതൽ വന്നിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി, എനിക്ക് വേണമെങ്കിൽ ആ ചെതലൊക്കെ തട്ടിക്കളഞ്ഞ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. അങ്ങനെയല്ല, ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതിയല്ലോ. നിങ്ങൾ നമ്മുടെ സമയവും അതുപോലെ ധനനഷ്ടമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വരാൻ പറ്റും. എല്ലാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം. അപ്പോൾ ആ 2 ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവിങ് റൂം കഴിഞ്ഞ് ഡൈനിങ് കഴിഞ്ഞ് ഇതേ അടുക്കളയോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്റ്റോർ റൂമും വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം, ആ സ്റ്റെയറിൻ്റെ താഴത്തൊരു ചെറിയൊരു സ്റ്റോർ റൂമും വരുന്നുണ്ട്. നമ്മുടെ ചാനൽ എന്തായാലും ചങ്കുകളൊക്കെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ലാഭത്തിലൊരു വീട് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. കാരണം വീട് നല്ല രീതിക്ക് തന്നെയാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോട്ടത്തിൽ ആ മരവുൽപ്പടികൾ 1-2 ഭാഗങ്ങളൊക്കെ ചെതൽ പിടിച്ചു എന്നല്ലാതെ വേറെ കാര്യപ്പെട്ടിട്ടുള്ള കേടുപാടുകളൊന്നും ഈ വീടിന് വരുന്നില്ല. വീഡിയോ മുഴുവൻ കണ്ടോളൂ കേട്ടോ. മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ കുറച്ച് ഭാഗം കണ്ടിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് ഇത് എവിടെയാണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഓടിച്ചാടി വരാതെ വാങ്ങാൻ താല്പര്യമുള്ളവർ 1-2 വട്ടം ഇരുന്ന് കണ്ടോളൂ. അന്നതിന് ശേഷം വന്നാൽ മതിയല്ലോ. കണ്ടോ, വീടിൻ്റെ മുകളിലൊക്കെ ഈ 2 വർഷത്തോളമായിട്ട് താമസമില്ല. എങ്കിലും ഈ കഴിഞ്ഞ മഴക്കാലം അത്രയായിട്ടും താഴത്ത് നമുക്ക് ഈ സീലിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ സീലിങ്ങിൽ റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ലീക്കേജ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഈ വീടിന് അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള കോട്ടങ്ങളും വന്നിട്ടില്ല. അത് നിങ്ങൾക്കും വന്ന് നേരിട്ട് നോക്കാവുന്നതാണ്. ഇതിൽ ഈ 45 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 സെൻറ്റ് സ്ഥലത്തിലായിരിക്കും
വീട് നിൽക്കുന്നുണ്ടാവുക. അതിന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ സ്ലാബ് മതിൽ കെട്ടി കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നു. ബോർവെൽ കണക്ഷനാണ്. വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല. പിന്നെ ഈ കോമ്പൗണ്ട് സൈഡിലൂടെ കണ്ടോ അവിടെ ഒരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൂടെ ഇത് അലക്കുകല്ലാണ് കേട്ടോ, അല്ലാതെ വേറെ എന്തെങ്കിലും സമാധി പോലത്തെ കല്ലുകളൊന്നുമല്ല. അപ്പോൾ ആ സൈഡിലൂടെ അങ്ങ് ഈ പാഴ്മരങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ ഇവരുടെ പ്രോപ്പർട്ടിയിൽ പെട്ടത് തന്നെയാണ്. ഈ 45 സെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അവരുടെ തന്നെ ആയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. അതൊക്കെ വന്ന് നമുക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ സ്കെച്ച് കിട്ടിയില്ലേ സ്ഥലത്തിൻ്റെ, അത് നിങ്ങൾക്ക് വന്ന് നോക്കി അന്വേഷിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് പരമാവധി കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അവിടെ നിന്ന് താഴത്തെ ആ കാർ പോർച്ചിലേക്ക് ഇറങ്ങുന്ന മുകളിൽ നിന്ന് കാർ പോർച്ച് അതിലേക്ക് ഇറങ്ങാനുള്ളൊരു എൻട്രി കൊടുത്തിരിക്കുന്നു മുകൾ വശത്ത്. അതുപോലെ സൺസൈഡൊക്കെ നമുക്ക് ഈ എന്താ പറയുക, അങ്ങനെ ഒരു ചൈനീസ് മോഡലിലാണ്, ഒരു പ്രത്യേക ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ ഒരു 3-4 വണ്ടികളൊക്കെ വന്നാലും വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിൽ ആ മുൻവശം ഗേറ്റ് വെച്ച ഭാഗം മാത്രമാണ് സിമെൻറ്റ് കൊണ്ട് ഈ കട്ട കൊണ്ട് മതിൽ കെട്ടിയിരിക്കുന്നത്. ബാക്കിയൊക്കെ ചുറ്റുഭാഗം പുറകുവശമൊക്കെ ഇതുപോലെ സ്ലാബ് മതിൽ, ഒരു 5 അടി ഹൈറ്റിൽ സ്ലാബ് മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു. അടുത്തൊക്കെ വീടുകളുള്ളതാണ് കേട്ടോ, നിറയെ വീടുകളൊക്കെ ഉണ്ട്. ഈ വീടിനടുത്ത് തന്നെ 1 കിലോമീറ്ററിനടുത്ത് നമുക്ക് കടകളും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങൾക്കൊന്നും അധികം ദൂരമില്ല. വീട് ഇങ്ങനെ അടച്ചുപൂട്ടി കിടന്നതിൻ്റെ കോമ്പൗണ്ടൊക്കെ അടച്ചുപൂട്ടി കിടന്നതിൻ്റെ ചപ്പ് ചവറുകളൊക്കെ കിടന്ന് കുറച്ച് അങ്ങനെ കിടക്കുന്നു. ഇതൊക്കെ ഈ സ്ഥലമൊക്കെ ഇതിൽ പെട്ടതാണ്. ഇതൊരു അലക്കുകല്ലാണ് ഇവരുടെ. അതിലേക്ക് പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ പോലത്തെ മരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഇതിനോട് ഇങ്ങനെ ചേർന്നിട്ട് അങ്ങനെ ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ അതിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൽ വരൾച്ചാ ഭീഷണിയോ അതല്ലെങ്കിൽ പ്രളയകാലത്ത് വെള്ളം കയറിയിട്ടുള്ളൊരു ഭൂപ്രകൃതി പ്രദേശങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റും. കാരണം ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാ വണ്ടികൾക്ക് വരാനുള്ള സൗകര്യമുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എന്ന് പറയാൻ നമുക്ക് തൃശ്ശൂരും പാലക്കാട് മാത്രമേ ഉള്ളൂ. പാലക്കാട് ടൗണിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ദൂരം ഉണ്ടാകും. അതുപോലെ തന്നെ തൃശ്ശൂർക്ക് ഒരു 40 കിലോമീറ്റർ ദൂരമൊക്കെയാണ് ഉണ്ടാവുക. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിച്ചിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ബൈ.